ഹലോ ഗൈസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് ട്രാമിൻ്റെ അടുത്താണ്. അതായത് നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇവൻ്റെയും ബർത്ത്ഡേ ആണ്, എൻ്റെയും ബർത്ത്ഡേ ആണ്. ആക്ച്വലി ഇന്ന് ഒരു സംഭവമുണ്ട്. നമ്മൾ അറ്റ്ലാന്റിസിൽ വാട്ടർ പാർക്കിൽ പോവുകയാണെങ്കിൽ അവിടെ 100% ഫ്രീ ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. അവിടെ ഏകദേശം 300 സംതിങ് ദിറംസ്, 340 ദിറംസ് അവിടെ വാല്യൂ ഉണ്ട് ടിക്കറ്റിന്. പക്ഷേ ഇന്ന് ടോട്ടലി ഫ്രീ ആണ്, ഒരു പൈസയും കൊടുക്കണ്ട. ഇപ്പോൾ ട്രാവലാണ് നിൽക്കുന്നത്. ഇനിയിപ്പം അടുത്ത ഇത് വരണം. നമ്മളിവിടെ വന്നപ്പോൾ ഞാനിപ്പോൾ മഷ്രിഖിൽ നിന്ന് ഇവിടം വരെ മെട്രോയിൽ വന്നു, ശോഭ റിയാലിറ്റി വരെ. മഷ്രിഖ് ടു ശോഭ റിയാലിറ്റി, പിന്നെ ഇവിടെ നിന്ന് ട്രാമിലാണ് പോകുന്നത്. ട്രാമിൽ പോയിട്ട് പിന്നെ മോണോ റെയിലിലേക്ക് പോകണം. ഇവിടെ ഓരോ ട്രെയിൻ വരുമ്പോൾ ഇവിടെ ട്രഡീഷണൽ രീതിയിൽ കണ്ട മണിയടിച്ചുകൊണ്ടേ ഇരിക്കും. ഈ സൈഡാണ് നമുക്ക് കയറാൻ പറ്റുന്നത്. പിന്നെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ക്ലാസ് ആണ്, കണ്ടില്ലേ? ഫുള്ള് നല്ല ലക്ഷറി സീറ്റും കാര്യങ്ങളാണ്. ഫ്രണ്ടിൽ ലോക്കോ പൈലറ്റോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. ഫുൾ ഓട്ടോമാറ്റിക്കാണ്, ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. ശരിക്കും നമ്മളൊരു ബസ്സിലൊക്കെ പോകുന്ന ഒരു ഫീൽ തന്നെയാണ്. പക്ഷേ ഇത് കുറച്ച് ലെങ്ത്തും കാര്യങ്ങളുണ്ട്. ഒരു ട്രെയിൻ പോലെ ഭയങ്കര ഒരു വലിയ സ്പീഡൊന്നുമില്ല. ഗൈസ്, നമ്മളിപ്പോൾ ട്രാമിൽ നിന്ന് അടുത്ത മോണോ റെയിലിലേക്കാണ്. ട്രാം കണ്ടില്ലേ ഇങ്ങനെ ഇവിടെ വരുന്നത്. ഇവിടെ ട്രാമിൽ വന്നിട്ട് നമ്മളിങ്ങനെ നടന്ന് ഇവിടെ ഈ ഭാഗത്താണ് മോണോ റെയിൽ വരുന്നത്. ഇനി നമുക്ക് മോണോ റെയിലിൽ കയറിയിട്ട് കണ്ടില്ലേ ഇതിങ്ങനെ മുകളിലോട്ട് ആണ് മോണോ റെയിലിൻ്റെ ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് മോണോ റെയിൽ. അപ്പോൾ ഇനി നമുക്ക് നേരെ മോണോ റെയിലിലേക്കാണ് കയറാനുള്ളത്. ഇവിടെ എക്സ്കലേറ്ററൊന്നുമില്ല, വളരെ ട്രഡീഷണലായിട്ട് നടന്ന് തന്നെ കയറണം. നല്ല ചൂടുണ്ട് പുറത്ത്. ഓക്കെ, അപ്പോൾ വരുന്നവർക്ക് തെറ്റായിരിക്കാനാണ് ഞാനിത് പറഞ്ഞു തന്നത്. ഈവനിങ് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ അപ്പുറത്തോട്ട് നേരെ നടന്നു പോയി കഴിഞ്ഞാൽ വേറെ സ്ഥലത്തായി പോകും. ശരിക്കും ഉണ്ടല്ലോ, പുറത്തുകൂടെ നടക്കാൻ പറ്റത്തില്ല, അമ്മാതിരി ചൂടല്ലേ. അതുകൊണ്ട് ഒരു രക്ഷയില്ലല്ലേ. ടിഷ്യൂ പേപ്പറും കാര്യങ്ങളും കൊണ്ടല്ല നടക്കാൻ പറ്റത്തില്ല. നല്ല പെട്ടെന്ന് ഇതായിപ്പോവും. ഒരു ബോട്ടിൽ എടുത്തോളൂ, അത് തന്നെ. ഒരു വെള്ളം ഉണ്ടെങ്കിൽ അത്രയും നല്ലതായി. പെട്ടെന്ന് തന്നെ നമ്മൾ ടയർഡായി പോകുന്നു. ഗൈസ്, ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഭയങ്കര രസമാണ് കേട്ടോ. കാര്യം ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തുകൂടെയൊക്കെയാണ് ഇവർ പാസേജൊക്കെ വെച്ചിട്ട് മോണോ റെയിൽ. കാര്യം അത്രയും അവരൊരു ഡൈവേർട്ട് ചെയ്യാനായിട്ടുള്ള ചെയ്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലേ. അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നല്ല രസമുണ്ട്. നമുക്ക് ചൂടും കൊള്ളേണ്ട കാര്യമില്ല. ഇത് നമ്മൾ കണ്ടില്ലേ ഒരു പാർക്കിംഗ് സ്ലോട്ട് പോലത്തെ ഒരു സംഭവം വന്നിട്ടുണ്ട്, ബേസ്മെൻറ്റ് പോലെ. എന്താണ് എവിടെയാണ് നിഗൂഢമായ സ്ഥലം. വണ്ടി ഇവിടെ പറഞ്ഞിട്ടുണ്ടേ. വണ്ടി അതെ, വണ്ടി ഉള്ളവർക്ക് എനിക്ക് ഇവിടെ പാർക്ക് ചെയ്തിട്ട് മോണോ റെയിലേക്ക് പോകാമെന്നല്ലേ. അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ട് കേട്ടോ. അതിനാണ് ഇത് ഇട്ടേക്കുന്നുണ്ടല്ലേ. ഇത് സിമ്പിളായിട്ട് നമുക്കിപ്പോൾ 3 ദിറംസാണ്. അവിടെ നിന്ന് മഷ്രിഖിൽ നിന്ന് നമ്മുടെ ശോഭ റിയാലിറ്റി വരെ 3, പിന്നെ അവിടെ നിന്ന് ഇവിടം വരെ 3, വെറും 6 ദിറംസ് പരിപാടി. ടാക്സിക്ക് വരുവാണെങ്കിൽ 20 ദിറംസ്. ഇത്രയും ടാക്സിക്ക് നിങ്ങൾക്ക് അവിടെ വരെ പോകാൻ പറ്റും 20 ദിറംസിന്. കുറച്ച് ടാസ്ക്കാണ് കേട്ടോ ഇങ്ങനെ നടത്താം. പിന്നെ ഇവിടെ ഇവർ എഴുതി വെച്ചിട്ടുണ്ട് മോണോ റെയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആരോയൊക്കെ ഇട്ടിട്ട് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള രീതിയിൽ. ആക്ച്വലി ഇത് നമുക്ക് കാർ പാർക്ക് ചെയ്തിട്ട് പോകാനുള്ളതാണല്ലേ. ഇപ്പോൾ കിട്ടി. ഇപ്പോഴൊരു സമാധാനമായ ഇങ്ങോട്ടോ അല്ലേ. ഇതാണ് നമ്മളെ എൻട്രി. ടിക്കറ്റ്സ് പാർക്കിംഗ് P1, P2, P3 ഉണ്ട്. കുഴപ്പമില്ല. കണ്ടേ ഇവിടെ എന്തൊക്കെയോ കുറേ ഇത് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സംഭവം ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഗൈഡും കാര്യങ്ങളും ഇവിടെ വന്നിട്ട് ഇവരൊരു ഗ്രൂപ്പായിട്ട് കൊണ്ടുവരുന്നതാണ്. എന്നിട്ട് ഇവർ ഇത് ചെയ്യും. മോണോ റെയിലിൻ്റെ ഒരു പിക്ചറൊക്കെ ഇങ്ങനെ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ടൈല് പോലത്തെ ഒരു സംഭവം, മൊസൈക്ക. നമ്മൾ ആക്ച്വലി ഇതുപോലത്തെ ഒരു ടിക്കറ്റ് എടുക്കണം. ഇത് 30 ദിറംസ്. അതായത് നമ്മളിപ്പോൾ 2 വേ എടുക്കുകയാണ്, അതാണ് ലാഭം. കാര്യം ഇപ്പോൾ ടാക്സിക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എങ്കിൽ 20 ദിറംസേ ഉള്ളൂ. ഇതിപ്പോൾ അല്ലെങ്കിൽ നമുക്ക് 40 ആവും. അങ്ങോട്ട് വന്നെടുത്ത് ഇങ്ങോട്ടൊന്ന് എടുക്കുമ്പോൾ നമുക്ക് 40 ദിറംസ് ആവും. അപ്പോൾ നമ്മൾ 2 വേ എടുക്കുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് 30 ദിറംസ് കൂടെ സ്പെൻഡ് ചെയ്താൽ മതി. 2 വേ നമുക്ക് 10 ദിറംസ് ലാഭിക്കാം. അപ്പോൾ ഒരു നല്ലൊരു കാര്യമാണ്. അതെ, 10 o'clock വരെ നമുക്ക് ട്രെയിന് 50 മിനിറ്റ്സ് ഡിസ്റ്റൻസ് വിട്ടിട്ട് ഇതാകുന്നുണ്ട്. ട്രെയിനുണ്ട് ഇവിടെ. ആക്ച്വലി ഒരു പേപ്പർ കാർഡ് പോലെയാണ്, പക്ഷേ ഇത് ടെമ്പററി ആണ്. നമുക്കിനി തിരിച്ചു വരുമ്പോഴും ഇത് യൂസ് ചെയ്യാനുള്ളത്. ഇവിടുത്തെ വ്യൂ ഒക്കെ എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ട്. സൺഡേ ആയതുകൊണ്ടാണോ എന്തോന്ന് തിരക്ക് വളരെ കുറവാണ്. എന്താണ് കാര്യമൊന്നും അറിയില്ല. തിരക്ക് വളരെ കുറവാണ്. ആക്ച്വലി അത് നല്ലൊരു കാര്യം തന്നെയാണ്, തിരക്ക് കുറഞ്ഞിരിക്കുന്നത്. നമ്മളെ മോണോ റെയിൽ വന്നിട്ടുണ്ടെന്നില്ലേ, കണ്ടിട്ട് വലിയ സ്പീഡൊന്നുമില്ല. എങ്ങനെയാണെന്ന് അതിനകത്ത് കയറി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കണം. നമ്മൾ ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ട്. 1, 2, 3, 4 സ്റ്റോപ്പാണ് വരുന്നത്. ഫാം, ഇത്തിഹാദ്, നക്കീൽ, അറ്റ്ലാന്റിസ് അഡ്വഞ്ചർ. നമ്മൾ അറ്റ്ലാന്റിസ് അഡ്വഞ്ചറിലേക്കല്ലേ. നല്ലൊരു റിസോർട്ട് പോലെയൊക്കെ ഉണ്ടല്ലോ.
നല്ല എക്സ്പീരിയൻസ് കേട്ടോ. നൈസായിട്ടുണ്ട്. നല്ല സീറ്റിംഗ് അല്ലേ? സീറ്റിംഗ് നല്ല രസമുണ്ട്. പിന്നെ ഇവിടെ നടന്നൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ കൊണ്ട് പലരും ടിക്കറ്റ് എടുക്കാതെ മോണോ റെയിലും മറ്റേ ട്രാമിലൊക്കെ കയറും. വളരെ ശ്രദ്ധിക്കുക. ഫൈനുണ്ട്. 200 dirhams 400 dirhams ഒക്കെയാണ് ഫൈന്. അപ്പോൾ അത് എല്ലാവരും സൂക്ഷിക്കില്ല. ഇതിൽ എല്ലാ സ്ഥലത്തും നമ്മുടെ നാട്ടിലെ TT അല്ലെങ്കിൽ ഇവിടുത്തെ ചെക്കർ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഗൈസ്, ഇവിടുത്തെ വ്യൂ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടു തന്നെ നോക്കാൻ എനിക്കൊന്നും പറയാനില്ല. ഇതൊക്കെ നമ്മുടെ ലൈഫിൽ അതാണ് നമ്മുടെ ചെയ്യാൻ്റെ വില. അത് സ്റ്റോപ്പായി പോയ സംഭവമാണ്. അതിപ്പോൾ അവർ റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. ഇത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. കണ്ടോ, നമുക്ക് ഫ്രണ്ടിൽ പോയിട്ട് നോക്കാം. ഫ്രണ്ടിൽ നിന്നുള്ള നല്ല വ്യൂ ആണ്. അല്ല, ഈ കാണുന്നത് അറ്റ്ലാന്റിസ് ജുമൈറ ആണ്. ഇവിടെ നിന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഇതിൽ നമ്മൾ മെട്രോപോലെ 2 പാളമൊന്നുമില്ല, ഒറ്റേത്. അതാണ് മോണോ. നടുക്കൂടെ ഒരു ഇത് മാത്രം. അതിൽ കൂടെയാണ് ഈ ട്രെയിൻ പോകുന്നത്. താഴെ നമുക്ക് കാണാൻ കഴിയും വാക്കിംഗ് ട്രാക്കൊക്കെ ഉണ്ട്. അവിടെ ഒരു UAE ഫ്ലാഗൊക്കെ വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. ശരിക്കും ഉണ്ടല്ലോ, നമുക്ക് പേടിയൊന്നും ആവില്ല, എന്നാലും ഒരു നല്ല രസമുണ്ട്. അടുത്ത സ്റ്റേഷൻ നക്കീൽ മോൾ എന്നാണ് അവർ പറയുന്നത്. അൽ മഖ്തൽ കഫിമാ നക്കീൽ മോൾ. അത് നോക്കി നല്ലൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് അല്ലേ. 2 ടവറിൻ്റെ നടുക്കൂടി ഈ മോണോ റെയിൽ പോകുന്നത്. അതാണ് പറഞ്ഞത്, ഇവർ എല്ലാം വെൽ പ്ലാൻഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് കാര്യങ്ങളായിരുന്നു. അതാണ് ഇവരുടെ പ്രത്യേകത. വലിയ യാർ ഇത് കാണേണ്ട കാഴ്ച തന്നെയാണ്. ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാം. ഇതൊന്ന് നോക്കി. എക്സെല്ലിനെ പോലത്തെ ഒരു സംഭവം, അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു സെറ്റപ്പ്. അടിപൊളിയാണ്, നല്ലൊരു ഡിസൈനാണ് ആ ടവർ. പിന്നെ ഇവിടെ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല അടിപൊളി വ്യൂ ആണ്. അറ്റ്ലാന്റിസിന്റെ വ്യൂ ആ കാണുന്നതാണ്. പാം എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു പാം, ശരിക്കും ഒരു പാം ട്രീ പോലെയാണ്. ആക്ച്വലി ഇപ്പം നമ്മളിങ്ങനെ ഇപ്പോൾ സ്ട്രെയിറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതതിൻ്റെ സ്റ്റെമ്മാണ്, അതായത് ആ വുഡ് പാമ്പിൻ്റെ. പിന്നെ ഈ സൈഡിൽ കാണുന്നത് ഓരോ ലീവ്സ് ആണ്. അല്ലേ, ഇങ്ങനെ 2 സൈഡ് ലീവ്സ് ഉണ്ട്. അത് നമുക്ക് ഇവിടെ നിന്ന് ആക്ച്വലി ഇങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യണമെന്നില്ല. നമുക്ക് ആ ഒരു വ്യൂ മുകളിൽ നിന്ന് നമുക്ക് പാമ്പിൻ്റെ വ്യൂ നമുക്ക് മാപ്പിൽ കാണാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇവിടെ നിന്നിട്ട് ഈ ഒരു അറ്റ്ലാന്റിസ് പാമ്പിൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഇതാണ് അറ്റ്ലാന്റിസ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇത് അല്ലേ നമ്മുടെ ഇപ്പോൾ ഈ സാധനമില്ലേ, ഇത് അറ്റ്ലാന്റിസ് പാമ്പ്. മറ്റേ നമ്മൾ ഈ പോകുന്ന സാധനം വേറെയാണ്. ദുബായ് ബലൂൺ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റേഷൻ. ഇവിടെ കഴിഞ്ഞു, ഇത് ലാസ്റ്റ് പോയിന്റ്. അതിന് നേരെ പോയാൽ കടലേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മുടെ ലാസ്റ്റ് സ്റ്റോപ്പ്. അവിടെ പോയിട്ട് എൻ്റെ നമ്മൾ കാണിക്കുന്നുണ്ടല്ലേ, എൻ്റെ ശരിക്കും കാണിക്കുന്നുണ്ട് നമ്മുടെ ശംഖുമുഖം, നാട്ടിലെ നൊസ്റ്റാൾജിക് മൂവ്മെന്റ് ചെയ്യാം. നമ്മുടെ ശംഖുമുഖം ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് ശരിക്കും. ഇതാ കണ്ടോളൂ, അത് തെങ്ങായിട്ട് സങ്കല്പിച്ചാൽ മതി. ഇവിടം വരെ പോള് കേട്ടോ, ഇനി അങ്ങോട്ട് പോയാൽ ശരിയാവില്ല. ഇവിടം വരെ തന്നെ വന്ന വലിയ കാര്യം, എല്ലാം കാണാൻ പറ്റും. അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് സേഫ്ലി. ഇനി നമുക്ക് അടുത്ത പോകുന്നത് ഇവിടെ നിന്ന് നടക്കണം. ഇതല്ലേ എക്സിറ്റ്. ഓക്കെ, ഇവിടുന്ന് ഇത് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് വാട്ടർ പാർക്കിൻ്റെ അടുത്താണ്. ജസ്റ്റ് കുറച്ച് നടക്കാനേ ഉള്ളൂ.
ഇപ്പോൾ കാർഡ് വയ്ക്കുമ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ആവും. സോ അവിടെ നേരെ ഇറങ്ങി വരിക, കാർഡ് വയ്ക്കുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരു വേ കഴിഞ്ഞു. ഇനി അടുത്ത വേക്കുള്ളത് ഇത് നമ്മൾ കയ്യിൽ വെച്ചേക്കുക. ഇപ്പം നമ്മൾ മോണോ റെയിലിൻ്റെ സ്റ്റേഷനിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ട് ഫസ്റ്റ് കാണുന്ന വ്യൂ ഇതാണ്. ഇതിൽ കൂടെ നേരെ നടന്ന് അകത്ത് കയറി അവിടെയാണ് ബാക്കി സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ കുറച്ച് ഗ്രീനറി കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. യോഗട്ട് ബെറി ചൂടുണ്ട്, ചൂടിനൊരു മാത്രം ഒരു കുറവുമില്ല. എങ്ങനെയെങ്കിലും നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ വെള്ളം അല്ലെങ്കിൽ AC, ഏതെങ്കിലും ഒന്നിൽ കയറ്റാനുള്ളതാണ്. ഇവിടെ ഭയങ്കര ടിപ്പ് ടോപ്പ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ കണ്ടില്ലേ വളരെ ക്യാഷ്വലായി സിമ്പിളായിട്ടാണ് വന്നിട്ടുള്ളത്. കാര്യം വെള്ളത്തിൽ ചാടില്ല, ഇല്ല അവിടെ പോയി മാറാൻ. ഓ അത് പറഞ്ഞിട്ട് കാര്യമല്ല. UAE ദുബായ് ഷാർജയ്ക്ക് ഒന്നുമല്ല.